നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. 39 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ഛത്തീസ്ഗഡ്, കർണാടക, കേരള, ലക്ഷദ്വീപ്, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം, തെലങ്കാന, ത്രിപുര എന്നീ സ്റ്റേറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ കെ സുധാകരൻ, വടകര ഷാഫി പറമ്പിൽ, വയനാട് രാഹുൽ ഗാന്ധി, കോഴിക്കോട് MK രാഘവൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ മിസ് രമ്യ ഹരിദാസ്, തൃശൂർ കെ മുരളീധരൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, ആലപ്പുഴ KC വേണുഗോപാൽ, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ട ആൻഡോ ആന്റണി, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരം ഡോക്ടർ ശശി തരൂർ. ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിലേക്കും ഉള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ സർപ്രൈസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിൽ ഒരു സർപ്രൈസ് എന്ന് കോൺഗ്രസ് പറയുന്നത് വടകരയിൽ നിന്ന് കെ സുധാകരൻ തൃശ്ശൂരിലേക്ക് പോയി എന്നതാണ്. തൃശ്ശൂരിൽ TN പ്രതാപൻ മത്സരിക്കുന്നില്ല. TN പ്രതാപൻ പ്രചാരണമൊക്കെ തുടങ്ങിയിരുന്നു. പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നു. 3.5 ലക്ഷം പോസ്റ്ററുകൾ പ്രിന്റ് ചെയ്തു എന്നാണ് TN പ്രതാപൻ തന്നെ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഏകദേശം 1500ഓളം ചുവരുകൾ ഇതിനകം എഴുതിയിട്ടുണ്ട് എന്നാണ് TN പ്രതാപൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ ചുവരുകളെല്ലാം മായ്ക്കണം, പകരം പുതിയ പേര് എഴുതണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രിന്റ് ചെയ്ത പോസ്റ്ററുകൾ 3.5 ലക്ഷം പോസ്റ്ററുകൾ വേസ്റ്റായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വടകരയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അതും ഒരു സർപ്രൈസ് ആണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കും. വടകരയിൽ മത്സരിക്കാൻ തീരെ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഷാഫി പറമ്പിലിനെ കാണാൻ രാവിലെ മുതൽ മാധ്യമപ്രവർത്തകർ പോയിരുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പലവട്ടം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാലക്കാട് തന്നെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വടകരയിലേക്ക് നിർബന്ധിച്ച് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വടകരയിൽ KK ശൈലജ ടീച്ചറുടെ വിജയം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കെ മുരളീധരൻ മണ്ഡലത്തിലെ സിറ്റിംഗ് MP ആണ്. മണ്ഡലത്തിലെ സിറ്റിംഗ് MP എന്ന രൂപത്തിൽ ചില ബന്ധങ്ങൾ അദ്ദേഹത്തിന് മണ്ഡലത്തിലുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ എല്ലാം ഒത്തൊരുമിച്ച് കെ മുരളീധരന് കിട്ടി എന്നതും ഒരു വസ്തുതയാണ്. ഇതെല്ലാമാണ് കെ മുരളീധരന്റെ വിജയത്തിലേക്ക് എത്തിച്ചത്. ഇത്തവണ ആ ഘടകങ്ങളൊന്നും കെ മുരളീധരന് അനുകൂലമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മത്സരിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യം മുതലേ പറഞ്ഞ ഒരു MP ആണ് കെ മുരളീധരൻ. ഇത്തവണ മത്സരിക്കാൻ തയ്യാറല്ല, മത്സരിക്കുന്നില്ല, മറ്റു ചില കാര്യങ്ങളൊക്കെയുണ്ട്, അതൊക്കെ നിർവഹിക്കണം എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. എന്നാൽ സിറ്റിംഗ് MPമാരെല്ലാവരും മത്സരിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും അതേ തുടർന്ന് കെ മുരളീധരൻ മത്സരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഏതായാലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു കെ മുരളീധരന്. അത് സാധിച്ചു കൊടുത്തു കോൺഗ്രസ് നേതൃത്വം എന്ന് വേണമെങ്കിൽ പറയാം. കെ മുരളീധരൻ പോയിരിക്കുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിൽ മത്സരിക്കാനിരുന്ന അവിടുത്തെ സിറ്റിംഗ് MP TN പ്രതാപൻ അദ്ദേഹവും ഇതുപോലെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയും കോൺഗ്രസ് നേതൃത്വത്തിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് TN പ്രതാപനെ മാറ്റിയത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. എങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യം എന്ന് വെച്ചാൽ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന രാഷ്ട്രീയ സാഹചര്യവും കൂടി കണക്കിലെടുത്താണ് തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ വരുന്നത്. അവിടെ VS സുനിൽകുമാറാണ് LDFന്റെ സ്ഥാനാർത്ഥി. ആ നാട്ടുകാരനാണ്, ആ നാട്ടിൽ ഏറെ പരിചയമുള്ള ആളാണ്, നാട്ടുകാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്, ഏറെ ജനകീയനായ നേതാവാണ് VS സുനിൽകുമാർ. അതുകൊണ്ട് കെ മുരളീധരന്റെ വരവ് VS സുനിൽകുമാറിനെ ദോഷകരമായി ബാധിക്കും എന്ന് പറയാൻ കഴിയില്ല. BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കായിരിക്കും അതൊരു വിനയായി മാറുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഏതായാലും ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവം തൃശ്ശൂരിൽ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമേയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് കണ്ണൂരാണ്. ഒരു സർപ്രൈസ് എന്ന രൂപത്തിൽ കെ സുധാകരൻ മത്സരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് വണ്ടി കയറി KPCC പ്രസിഡന്റായി വന്ന ആളാണ് കെ സുധാകരൻ. ഇതാ കണ്ണൂരിൽ നിന്ന് ഗർജിക്കുന്ന സിംഹം വരുന്നു, ഇനി പിണറായി വിജയന് ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരനെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്, KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തുന്നത്. അവിടെ നിന്നും അദ്ദേഹം തിരിച്ച് വീണ്ടും കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരിൽ മത്സരിക്കാൻ അദ്ദേഹത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല, മത്സരിക്കുന്നില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ നിർബന്ധിച്ചാണ്
അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിക്കുന്നത്. MP ജയരാജനാണ് മത്സരിക്കുന്നത്. കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ നേരിടാൻ കെ സുധാകരൻ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരനെ അവിടത്തേക്ക് തിരിച്ചയച്ചത്. അതിന് പിന്നിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുക എന്ന അജണ്ട ഉണ്ട്. അത് നടപ്പാക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിരിക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മറ്റൊരു സർപ്രൈസ് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആ പറയുന്ന സ്ഥാനാർത്ഥി KC വേണുഗോപാൽ തന്നെയാണ്. KC വേണുഗോപാൽ നേരത്തെ തന്നെ അവിടെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പുണ്ടായിരുന്നു. ആലപ്പുഴയിൽ എന്തു പരിപാടി നടക്കുമ്പോഴും അവിടെ KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രചാരണം അന്നേ തുടങ്ങിയില്ലേ എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ സമയത്തും ആലപ്പുഴ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അത് അദ്ദേഹം പ്രാവർത്തികമാക്കി എന്നേ പറയാനുള്ളൂ. ഇന്നത്തെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് അവരുടെ സംഘടനാ കാര്യങ്ങൾ വെച്ച് KC വേണുഗോപാൽ ഇന്ന മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ആരുമുണ്ടാകില്ല. അതുതന്നെയാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം ഒരു സർപ്രൈസാണ്, ട്വിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ചെറിയ മാധ്യമ ശ്രദ്ധ നേടാനുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു എന്നല്ലാതെ ഇതിൽ LDFനാണ് ഒരു ആശ്വാസം ഉണ്ടാകുക എന്ന കാര്യം സംശയമേ ഇല്ല. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു എന്നത് LDFന് ഗുണകരമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം കെ സുധാകരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്ന് തിരിച്ച് വീണ്ടും കണ്ണൂർ MP ആയി ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിന് അത് തിരിച്ചടിയാണ്. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അത് വമ്പിച്ച തിരിച്ചടിയാണ്. വടകരയിൽ മത്സരിക്കുന്ന ഷാഫി പറമ്പിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്. അവിടെ ഉണ്ടായിരുന്ന കെ മുരളീധരനെ മാറ്റുന്നത്, ആ സിറ്റിംഗ് MP മാറ്റുന്നത് അവിടുത്തെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്ക് അനുകൂലമാകുമെന്ന കാര്യം സംശയമേ ഇല്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ തൃശ്ശൂരിൽ കെ മുരളീധരൻ വരുന്നതും വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ KC വേണുഗോപാൽ ആലപ്പുഴ പിടിക്കണമെങ്കിൽ KC വേണുഗോപാൽ ഉണ്ടായാലേ കഴിയൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. രമേശ് ചെന്നിത്തല അത് ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. നേരത്തെയുള്ള ഒരു സ്വാധീനം ഇപ്പോഴും KC വേണുഗോപാലിന് മണ്ഡലത്തിലുണ്ടോ എന്ന കാര്യം അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന്. ഏതായാലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ വലിയ ട്വിസ്റ്റും സർപ്രൈസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു. ഇതുമാത്രമാണ് ഒരു സർപ്രൈസ്. ആ സർപ്രൈസുകളെല്ലാം LDFന് അനുകൂലമായി വരുന്നു എന്നതാണ് അതിനേറെയുള്ള മറ്റൊരു ട്വിസ്റ്റ്.